ഇങ്ങനത്തെ ഒരു ദിവസം. ഹലോ ഗൈസ്, ഞാൻ വെറുതെ റാൻഡമായിട്ടൊരു മേക്കപ്പ് ഇട്ടിട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴും ഓർത്ത് ഒരിടത്തും പോകാനില്ല. എവിടെയെങ്കിലും പോകാനായിട്ട് ചെയ്യുമ്പോൾ ഒന്നും സെറ്റ് ആകത്തില്ല. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടി ബിരിയാണി മേടിക്കാൻ പോകാന്ന് വിചാരിച്ചു. എന്താണ് വണ്ടി ആദ്യം ഓഫായി പോയി. അത് പിന്നെ അധികം കാര്യമാക്കാണ്ട് ഞങ്ങൾ പിന്നെ വണ്ടി എടുത്ത് ഇറങ്ങി. ഹൈവേയിലോട്ട് കയറി ഗൈസ്. ആൻഡ് പിന്നെ സംഭവിച്ചത് കാര്യങ്ങളൊക്കെ. ഹൈവേയിൽ കയറി പകുതി എത്തിയപ്പോഴേക്കും പിന്നെ വണ്ടി ഓഫ്. കെട്ടി ഒരുങ്ങി കഴിഞ്ഞിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയി. വണ്ടിയിൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആക്സിലേറ്റർ തിരിക്കുമ്പോൾ വണ്ടി ഓടുന്നില്ല ഗൈസ്. വണ്ടി അവിടെ തന്നെ നിൽക്കുവാണ്. അങ്ങനെ കംപ്ലൈൻ്റ് ആയ വണ്ടി നമ്മൾ നേരെ അടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് ഉന്തി തള്ളിക്കൊണ്ടേ വെച്ചു. എന്നിട്ടൊരു റിട്ടേൺ ഓട്ടോ കയറി. ഓട്ടോക്കാരുടെ ഗൂഗിൾ പേ ഇല്ലാത്ത കാരണം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബസ് പിടിച്ച് 5 പൈസ കയ്യിൽ ഇല്ലാണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭാഗ്യത്തിന് ഗൂഗിൾ പേ ഒക്കെ ബസ്സിൽ വർക്കാവുന്നത് കാരണം രക്ഷപ്പെട്ട്. നമ്മൾ കയറിയ ബസ് ബിരിയാണി കടയുടെ അവിടം വരെ പോകില്ല. സോ നമ്മൾ തൊട്ട് മുന്നിലത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബിരിയാണി കടയിലോട്ട് നടക്കണം. ഇങ്ങനത്തെ ഒരു ദിവസം. ഇവൻ ഒരാളാണ്. ഇവന്റെ വൈബ് ഇതൊക്കെ വന്നതാണ്. നോക്ക്, ബിരിയാണി മേടിച്ച് തിരിച്ച് ബസ് കയറി നമ്മൾ വണ്ടി ഇരിക്കുന്ന അവിടെ സ്പോട്ടിലെത്തി. നമ്മുടെ വണ്ടി കയറ്റാൻ പിക്കപ്പ് വിളിച്ചു ഗൈസ്. അതേ പിക്കപ്പിൽ ഞങ്ങളും കയറി നേരെ വീട്ടിലോട്ട്. വീട്ടിൽ നിന്ന് വെറും 2 സ്റ്റോപ്പ് അപ്പുറമുള്ള ഒരു ബിരിയാണി കടയിൽ പോയി ഒരു ബിരിയാണി മേടിക്കാൻ പോയതിൻ്റെ കഥയാണ് കഴിച്ചത്. ഒരു സ്കൂട്ടറും കൊണ്ട് ഇറങ്ങിയിട്ട് ഓട്ടോയിലും കയറി ബസ്സിലും കയറി ലാസ്റ്റ് പിക്കപ്പിലാണ് വീടെത്തിയത്. വണ്ടി കംപ്ലൈൻ്റ് ആയി. വിളിച്ചവരോട് പറഞ്ഞേക്ക്. ജോലി